അല്ലാഹുവിന്റെ ഹബീബിനെ സ്വഹാബികൾ സ്നേഹിച്ചതുപോലെ ആരാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. അതാ ഗാർ സൗറിന്റെ ഗുഹയിലേക്ക് കടക്കുന്ന സമയത്ത് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. വലത്തോട്ട് നോക്കുന്നു, ഇടത്തോട്ട് നോക്കുന്നു, മുന്നോട്ട് നോക്കുന്നു. വല്ലാതെ വ്യാകുലപ്പെട്ട് വിയർത്തൊലിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബ് ചോദിക്കുന്നു, യാ സിദ്ദീഖ്, എന്താ മോനെ നിന്റെ മുഖത്തൊരു പരിഭ്രമം? അള്ളാന്റെ ഹബീബേ, ഈ സിദ്ദീഖിന്റെ പെരുമാറിൽ ഒരമ്പ് തുറച്ച് വേദന സഹിച്ച് പിടഞ്ഞു വീണ് മരിച്ചാലും അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ മേലൊരു മുള്ളു കൊള്ളുന്ന വേദന പോലും സഹിക്കാൻ എനിക്ക് കഴിയൂല. അവിടെ നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ അവിടെ ഉപദ്രവിച്ചാലോ എന്റെ ഹബീബ് എന്റെ ചുമരിലേക്ക് കയറിയിരിക്കണം. ഞാൻ എന്റെ ഹബീബിനെ താങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാം. അള്ളാന്റെ ഹബീബിനെ അവർ കറകളഞ്ഞ സ്നേഹമാണ് നൽകിയത്. അറിയില്ലോ നിങ്ങൾക്ക് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു വലിയ കൊട്ടാരം കവിയായിരുന്നു. കൊട്ടാരത്തിലെ രാജാക്കന്മാരെ പ്രകീർത്തിച്ച് പൈസ സമ്പാദിച്ചു കൊണ്ടിരുന്ന വലിയ വലിയ സാഹിത്യകാരനായിരുന്നു ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. ഒരിക്കലതാ വലിയ ഒരു രോഗം പിടിപ്പെടുന്നു. ഫിഷഗ്വരന്മാർ മുഴുവനും വിധിയെഴുതി, ഈ രോഗം ഇനി മാറൂല, ഈ രോഗത്തിനൊരു മരുന്ന് ഈ ദുനിയാവിൽ കിട്ടൂല. ഈമാനുള്ള മുഹബ്ബീങ്ങൾക്കൊരു ഡോക്ടറുടെ വാക്കിനേക്കാളും വലുത് മഹബ്ബത്തുൻ നബിയാണ്. എത്രയെത്രയോ ക്യാൻസർ രോഗികൾ ഡോക്ടർമാർ വിധിയെഴുതി തള്ളിക്കളഞ്ഞത് ഹബീബിന്റെ മഹബ്ബത്ത് കൊണ്ട് മാറിയ ചരിത്രമില്ലേ? നിങ്ങൾക്കറിയുമോ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ വരുന്ന ഖലീൽ ബുഖാരി തങ്ങള് അവിടുത്തെയുടെ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് എത്രയെത്രയോ ക്യാൻസർ രോഗികളുടെ ക്യാൻസറുകളാണ് മാറിപ്പോയിട്ടുള്ളത്. ഡോക്ടർമാരിന് മരുന്നില്ല എന്ന് വിധി എഴുതിയ എത്രയെത്രയോ അസുഖങ്ങള് മഹാനായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മാറിയ ചരിത്രങ്ങളുണ്ട്. അറിയില്ലോ നിങ്ങൾക്ക് ഖുറാത്തങ്ങളെ ഉള്ളാള മുത്താപ്പാന്റെ പ്രിയപ്പെട്ട മകന് അവിടുത്തെ ഇവിടെ ചെറിയ ഒരു വെള്ളം മൂടിക്കൊടുക്കുമ്പോ എല്ലാ അസുഖങ്ങളും മാറിപ്പോകുന്ന ചരിത്രം നമുക്കറിയാം. സത്യവിശ്വാസികളെ, മഹാനായ ബുസൂരി ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു രോഗത്തിലും തളർന്നില്ല. ഒരു ഡോക്ടർമാരുടെ വാക്കിലും വില കൊടുത്തില്ല. അതാ എഴുതാൻ തുടങ്ങി, ആമീൻ താര കൂരിജി مسجد منجورا من مقولة بلومي يا ربي بالمصطفى بلغ مقاصدنا തുടങ്ങി അങ്ങനെ മനോഹരമായ വരികള് അർത്ഥസന്തുഷ്ടമായ രീതിയില് എന്റെ അസുഖം ഞാൻ ഹബീബിനെ ഏൽപ്പിക്കുന്നു, എന്റെ പ്രാണപ്രേയസിനെ ഏൽപ്പിക്കുന്നു. യാ ഹബീബി, അതാ എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം എത്രയോ ഡോക്ടർമാർ മാറുകയില്ല എന്ന് വിധി എഴുതി തള്ളിക്കളഞ്ഞ അസുഖം പരിപൂർണ ശിഫാ പറ്റിയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ സ്വഹാബിമാര് എത്രയെത്ര മഹാന്മാര് ഹബീബിനെ സ്നേഹിച്ച് വിജയം കണ്ടവരാ. അതുകൊണ്ട് എന്റെ സത്യവിശ്വാസികള്, നിങ്ങൾ നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, ഹജ്ജ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിൽ ഹബീബിന്റെ നാമം പറയാതെ വയ്യ. ഹബീബിന്റെ നാമം പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ഫർളാക്കപ്പെട്ട നിസ്കാരം അല്ലാഹുവിന് വേണോ വേണ്ട? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. നല്ലത് തന്നെ തൗഹീദിന്റെ ശബ്ദമാണ്. അത് മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിമാകുമോ? ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച താജ്ദാറെ മദീന റസൂലുള്ളാഹി, കണ്ടില്ലേ
പച്ചക്കുബ എത്ര മനോഹരമാണ്. നമുക്കതൊന്ന് നേരിട്ട് കാണണ്ടയോ? അള്ളാന്റെ ഹബീബിന്റെ പച്ചക്കുബയൊന്ന് നേരിട്ട് കണ്ടിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് സലാം പറഞ്ഞു നബിയേ എന്നാണ് ഞങ്ങൾക്ക് ആ സൗഭാഗ്യം അവിടുന്ന് നൽകുന്നത്.